അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഏതാണ്ട് 260 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. അതിൽ ഏറിയ പങ്കും ഈ DNA പരിശോധനകൾ നടത്തിയാണ് മൃതദേഹം വിട്ടുകൊടുത്തത്. ഏതായാലും കുറച്ച് പേരുടെ മാത്രമേ അല്ലാതെ അതായത് പൂർണ്ണ അതായത് അംഗഭംഗം വരാത്ത രീതിയിലുള്ള മൃതദേഹങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ DNA പരിശോധന നടത്തി നമ്മളത് കൊടുത്തതിലും അത് കുറ്റമറ്റ രീതിയിലല്ല എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ചില പരാതികൾ പല ദിക്കുകളിൽ നിന്ന് ഉയരുന്നു. നമ്മൾ മൃതദേഹങ്ങളോട് അനാദരവ് കാട്ടി എന്ന തരത്തിലാണോ സംഗതികൾ? അങ്ങനെ തന്നെയാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്ന വാർത്തകൾ. ഈ വിമാനത്തിൽ 52 പേരാണ് ബ്രിട്ടൻ പൗരന്മാരായി ഉണ്ടായിരുന്നത്. അതിൽ 12 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് അവരുടേതല്ല. അതായത് അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളല്ല ഇത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനവർ കാരണങ്ങളും പറയുന്നുണ്ട്. കാല് വേറൊരാളുടേത്, ബോഡി മറ്റാരുടേതോ. അപ്പൊ ഈ സംസ്കരിക്കാനായി മൃതദേഹം പുറത്തെടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ല, അതിപ്പോ ഈ ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരിക്കുമല്ലോ മൃതദേഹം. അതും അവര് പറയുന്നുണ്ട്. അപ്പോ തങ്ങൾക്ക് ലഭിച്ച ശവപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആരുടേതാണ് എന്ന് അധികൃതർ വ്യക്തമാക്കണം. ഇതാണ് അവർ പറയുന്നത്. അതായത് കൃത്യമായ DNA പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. DNA പരിശോധന നടത്താതെ ആരുടെയൊക്കെയോ മൃതദേഹങ്ങൾ വാരി തുന്നിക്കെട്ടി ഇവർക്ക് കൊടുത്തു വിട്ടേക്കുന്നു. അതിൽ ഈ മൃതദേഹം DNA പരിശോധന നടത്തുന്നതിൽ ഒരു അലംഭാവം ഇവർ കാണിച്ചിരിക്കുന്നു. ഇത് മോദിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം മോദി വേണം ഉണ്ടാക്കാൻ എന്നാണ് അവർ കൃത്യമായി പറയുന്നത്. പക്ഷെ ഇതില് ആ അപകടം ഉണ്ടായതിനു ശേഷം നമ്മൾ വന്ന വാർത്തകളിൽ എത്രയും ഈ DNA പരിശോധനകൾ പൂർത്തിയാകാത്തതിനാലാണ് പല മൃതദേഹാവശിഷ്ടങ്ങളും വിട്ടുകൊടുക്കാൻ വൈകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. അപ്പോൾ ആ കാര്യത്തിൽ പരാതിരഹിതമാക്കാൻ വേണ്ടിയാണ് അത് വൈകുന്നതെന്നും കൃത്യമായ ഇപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നല്ലോ, രഞ്ജിത നായരുടെ അടക്കം DNA പരിശോധന വാർത്തകൾ അത് വലിയ വാർത്താ പ്രാധാന്യം നേടിയത്, അല്ലെങ്കിൽ അവരുടെ മൃതദേഹം കിട്ടാൻ വൈകുന്നതിൻ്റെ കാരണമായിട്ടും വന്നത് ഈ DNA ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഈ അപാകതകൾ ഉണ്ടായത്? ഇതിനെ സംബന്ധിച്ച് കേരളത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ മാധ്യമങ്ങളെല്ലാം കൂടെ വാരിയിട്ട് അലക്കി ഒരു പരിവാക്കും. ആ പേടി ചില സമയങ്ങളിൽ മാധ്യമങ്ങളെ ഒരു ഭയമുണ്ട് ഈ ഉദ്യോഗസ്ഥർക്ക്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, നമ്മളെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ ഈ മുഖം വികൃതമായത് ചിന്നിച്ചിതറുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ DNA പരിശോധനയിലൂടെയാണ് ഇവർ യഥാർത്ഥ ആളുടെ തിരിച്ചറിയുന്നത്. അതിന് അവർക്ക് DNA പരിശോധിക്കാനുള്ള ചിലപ്പോൾ അത്തരത്തിലുള്ള സാവകാശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കത് തോന്നിക്കാണില്ല. പരിശോധിക്കേണ്ട, ബ്രിട്ടനിലുള്ള ആളുകളല്ലേ, എന്തോ കൊണ്ടുവെക്കോട്ടെ എന്നുള്ളൊരു തോന്നൽ കൊണ്ടായിരിക്കാം വാരിപ്പറക്കി. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു കയ്യോ കാലോ കിട്ടിയാൽ മതി എന്ന് ആലോചിക്കുന്ന എത്രയോ പേരുണ്ടാകും അല്ലേ? ഈ പരിശോധന കഴിഞ്ഞ് നമ്മുടേതാണ് എന്ന് അറിഞ്ഞിട്ട് ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി അതിൻ്റെതായ രീതിയിൽ അവരെ യാത്ര അയക്കേണ്ട, ഒരു കൈയുടെ ഒരു വിരൽ കിട്ടിയാലും മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകുമായിരിക്കും. അപ്പൊ അവർക്കാണ് ഈ മറ്റാരുടെയോ മൃതദേഹം വാരി കുത്തിക്കെട്ടി പറക്കി കൊടുത്തു വിടുന്നതെന്ന് പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഈ അപകടം നടന്ന് 3 ദിവസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ ഇരകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. അവയെല്ലാം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. വിമാനത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കായി 500 കോടിയുടെ വെൽഫെയർ ട്രസ്റ്റ് രൂപീകരിച്ച് ടാറ്റ ഗ്രൂപ്പ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ ധനസഹായം നൽകുമെന്നാണ് പറയുന്നത്. അതായത് അപകടത്തിൽ മരിച്ച പല ബ്രിട്ടീഷ് പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ കടുത്ത വിമർശനമാണ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ആശങ്കയും ഉണ്ട് അവർക്ക്. ഈ മൃതദേഹം ഇവരിൽ ചിലർ ഇന്ത്യൻ വംശജരായതുകൊണ്ട് തന്നെ അവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കായിരുന്നു. ഇവരിൽ 12 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നത്. 52 പേരിലെ മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ള പ്രമുഖ അഭിഭാഷകനായ ജെയിംസ് ഹീലി പ്രാപ്റ്റാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മാറിപ്പോയതിൽ പല കുടുംബാംഗങ്ങളും അതീവ ദുഃഖിതരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തങ്ങൾക്ക് കിട്ടിയ മൃതദേഹങ്ങൾ തങ്ങളുടെ കുടുംബാംഗങ്ങളുടേതല്ല, അത് മറ്റാരുടേതാണ്. ഈ കാര്യം നടത്താനായി ഇത് കൂട്ടിക്കെട്ടി തന്നതാണ്, മറ്റാരുടെയോ അവയവങ്ങൾ നമുക്ക് തുന്നിക്കെട്ടി തന്നതാണ്, അത് വെച്ചിട്ട് ഞങ്ങൾക്ക് സംസ്കാരം നടത്താൻ കഴിയില്ല, ഇതിൽ നിയമ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ DNA പരിശോധന നടത്തിയെന്ന് പറയുന്നതിൽ എന്താണ് സത്യമുള്ളത്? അങ്ങനെ DNA പരിശോധന നടത്തിയെങ്കിൽ എങ്ങനെയാണ് മറ്റു പലരുടെയും മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ശവപ്പെട്ടിയിൽ ഉണ്ടാകുന്നത്? ഇതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം.
അത് എനിക്ക് തോന്നുന്നു അതൊരു ന്യായമായ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ശരിയായിരിക്കും, കത്തിക്കരിഞ്ഞ് ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളായിരിക്കും. പക്ഷെ DNA ടെസ്റ്റ് നടത്താനൊക്കെ വേണ്ടി 500 കോടിയുടെ ട്രസ്റ്റാണ് ടാറ്റ രൂപീകരിച്ചത്. അപ്പൊ അത് കൃത്യമായി ചെയ്യേണ്ടതല്ലേ? അല്ല, ഇതിൽ ഒരു പ്രായോഗികതയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ചിന്നിച്ചിതറിയ അവസ്ഥയിലായിരിക്കും, കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പൂർണ്ണ ഭാഗങ്ങളെല്ലാം തന്നെ കിട്ടുക എന്ന് തന്നെ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ മറ്റേ രക്ഷാപ്രവർത്തകർ വാരിക്കൂട്ടിയതുപോലെ ഒരു ഏകദേശ രൂപം വെച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സാമ്പിൾ എടുത്തായിരിക്കും മരിച്ചയാളുടെ ഐഡൻറ്റിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ടാവുക. ബാക്കിയുള്ളതെല്ലാം ഈ ചേരുംപടി ചേർക്കുന്നത് പോലെ ഉള്ളത് വെച്ചങ്ങ് കൊടുത്തതായിരിക്കൂടെ എന്നുള്ള എനിക്കൊരു സംശയം. തീർച്ചയായിട്ടും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പ്രേമലാലേട്ടൻ പറയുന്നത് പോലെ നമുക്കിവിടെ ഇരുന്ന് പറയാം, അവിടെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്. ഇപ്പോൾ രഞ്ജിത നായരുടെ തന്നെ ആദ്യം സഹോദരൻ്റേത് പരിശോധിച്ചപ്പോൾ അവരുടെ DNA കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെ അമ്മയുടെ സഹോദരൻ എങ്ങാണ്ട് എത്തിയാണ് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് കൃത്യമായി അത് രഞ്ജിതയുടേതാണ് എന്ന് മനസ്സിലാവും. അതിലും എത്ര അവരുടെ ശരീരത്തിന് ഏതൊക്കെ ഭാഗങ്ങൾ കിട്ടിയെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ കത്തി നശിച്ചു പോയ ചിതറിപ്പോയ മൃതദേഹങ്ങളിൽ നിന്ന് എന്തെടുത്തവർ പരിശോധിക്കുമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവും. പിന്നെ പലരുടേതും ചിലപ്പോൾ കിട്ടിക്കാണില്ല. അങ്ങനെ വരുമ്പോൾ ഈ ബന്ധുക്കൾക്കൊരു ആശ്വാസം ഉണ്ടാകട്ടെ എന്ന് കരുതിയാകും പലരുടെയും ഒക്കെ കെട്ടിവലിച്ച് ശവപ്പെട്ടിയിലാക്കി കൊണ്ട് കൊടുത്തതായിരിക്കാം. പക്ഷേ ഇത്തരം ഒരു ആരോപണങ്ങളും ആശങ്കകളും കുടുംബം ഉയർത്തുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നാം, നമുക്കൊക്കെ കിട്ടിയത് നമ്മുടെയൊക്കെ ആളുകളുടേത് തന്നെയാണോ? നമ്മുടെ ബന്ധുക്കളെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഈ കൃത്യമായ ഈ എന്താ പറയുക സംസ്കാരം നടത്തി അതിൻ്റെ ശേഷമുള്ള ചില ചടങ്ങുകൾ നടത്തുന്നതും ഒക്കെ അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷെ പിന്നീട് അതല്ല എന്നറിയുമ്പോൾ സ്വാഭാവികമായും കുടുംബാംഗങ്ങൾക്കും ഒരു വേദന ഉണ്ടാകില്ല. കാരണം ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഇതുവരെ ഒരു പ്രാഥമികമായ നിഗമനം വന്നിട്ടില്ല. പൈലറ്റിന്റെ തലയിൽ കൊണ്ടിടാനുള്ള ശ്രമങ്ങൾ നടത്തി, അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. ഈ വിമാനത്തിന് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞു. അത് പരിഹരിച്ചോ ഇല്ലേ എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ, അതിനുശേഷം നിരന്തരം എയർ ഇന്ത്യ വിമാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ എയർ ഇന്ത്യ വിമാനം എന്ന് പറയുന്നത് ഈ ഭർത്താക്കന്മാർ കാലന്മാരാകുന്ന കാലത്ത് എയർ ഇന്ത്യ മറ്റൊരു കാലനായി മാറുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പോൾ മരിക്കണമെങ്കിൽ എയർ ഇന്ത്യയിൽ കയറിയാൽ മതി എന്ന് വരെ ആളുകൾ ട്രോൾ ഇറക്കും. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിഷം കഴിച്ചോ തൂങ്ങി മരിച്ചോ ഒന്നും ചെയ്യേണ്ട, ഒരു 10,000-15,000 രൂപ ചെലവാക്കി എയർ ഇന്ത്യയിൽ ഒന്ന് കയറിയാൽ മതി, പോണ വഴിക്ക് തന്നെ അവരങ്ങ് തീർത്തോളും. അതും നമ്മൾ ചില സമുദായങ്ങളിൽ ഈ തീ വെച്ച് സംസ്കരിക്കുകയല്ലേ, ഇപ്പോൾ കത്തിച്ച് അതുപോലെ അത് കത്തി അങ്ങ് ചാമ്പലായിക്കൊള്ളൂ എന്നൊക്കെയാണ് പലരും ട്രോൾ ഇറക്കുന്നത്. ആ ലെവലിലേക്ക് എയർ ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെ നിരോധിക്കണമെന്ന് വരെ പലരും പറയുന്നുണ്ട്. നമ്മൾ തന്നെ ഇന്നലെ ഒരു വാർത്തയിൽ അത്തരത്തിലാണ് നമ്മൾ വരെ പറഞ്ഞത്. കാരണം എങ്ങനെയാണ് ഈ വിമാനത്തിലൊക്കെ വിശ്വസിച്ച ആളുകൾ കയറുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം പ്രേമലാലേട്ടൻ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ വിമാനങ്ങളും ഇപ്പൊ നമുക്ക് മരണമാണ്, അത് ഇപ്പൊ വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടില്ലേ എന്നൊരു ചോദ്യം വരും. സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മളെ ആ ലെവലിൽ ചിന്തിച്ചാൽ, ശാസ്ത്രീയപരമായല്ല ഒരു ദൈവികപരമായൊക്കെ ചിന്തിച്ചാൽ മരണമാണ്. അതെവിടെ എപ്പോ എങ്ങനെയെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ പ്രായമായ അമ്മമാരൊക്കെ പറയും, ഒന്ന് കാലടിച്ച് വീണ മൂക്കിടിച്ച് തീരാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ മരണം അത് ദൈവം വിളിച്ചാൽ നമ്മൾ പോകണമെന്നൊക്കെ പറയും. പക്ഷേ മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു തകരാറാണ് എങ്കിൽ അത് ദൈവം വിളിച്ചിട്ട് പോയതല്ല, അത് മനുഷ്യൻ തന്നെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ കാരണങ്ങളാണെന്ന് പറയേണ്ടി വരും. അപ്പൊ തീർച്ചയായിട്ടും എയർ ഇന്ത്യയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും? ഇക്കാര്യത്തിൽ മോദി എന്തായാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം ബ്രിട്ടനിലെ ഒരു സർക്കാരാണ് ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി വേണമെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നരേന്ദ്രമോദി അതിന് മറുപടി പറഞ്ഞേ മതിയാകും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ കേന്ദ്രം ഇതിൽ എടുക്കുന്ന നിലപാട് എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.